പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളോട് ഇന്ന് എത്തുന്ന അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ്. 19-ാം വാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നേരത്തെ 18 വാർഡുള്ളായിരുന്നു. ഈ പ്രാവശ്യം ഒരു വാർഡും കൂടെ കൂടുതലാണ്, 19-ാം വാർഡ്. ആ 19-ാം വാർഡിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്ഥാനാർത്ഥിയുടെ വീട്ടിലാണ്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. നമസ്കാരം. ഞാൻ ഈ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പരിചയപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പുതുപ്പള്ളിയിലെ ലയൺസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അവിടെ ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കാരണം നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവശത അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് പുതുപ്പള്ളിയിലെ ലയൺസ് ക്ലബ്ബ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്കറിയാം, പുതുപ്പള്ളിയിലെ നമുക്ക് കോട്ടയത്തിന് വരുന്ന ബസ് സ്റ്റോപ്പിൽ അവരൊരു ഷെൽഫ് പോലെ വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരുടെ തുണിത്തരങ്ങളൊക്കെ നിങ്ങൾ അതിലേ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അതെല്ലാം അവിടെ തയ്യാറാക്കിയതും അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം എല്ലാം നടത്തുന്നത് ലയൺസ് ആണ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം അദ്ദേഹം താമസിക്കുന്നത് മാങ്ങാനം കുരിശിന്റെ അവിടെ നിന്ന് അകത്തോട്ട് കയറി വരുന്ന വഴിക്കാണ്. അവിടെ നല്ലൂപ്പറമ്പിൽ എന്ന് പറഞ്ഞ വീടാണ്. അപ്പൊ നമുക്ക് സ്ഥാനാർത്ഥി എന്റെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളും സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യവും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മളെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പുതിയ വാർഡ് എന്ന് പറഞ്ഞ 19-ാം വാർഡ് അല്ലേ? അത് അവിടുത്തെ പുതിയ സ്ഥാനാർത്ഥിയാണ് അല്ലെ? ഇപ്രാവശ്യം രൂപീകൃതമായ വാർഡാണത്. അപ്പൊ അവിടുത്തെ പുതിയ സ്ഥാനാർത്ഥിയായിട്ട്, പുതിയ വാർഡിലെ പുതിയ സ്ഥാനാർത്ഥി പുതിയ മെമ്പറായിട്ട് ഗ്രാമത്തിൽ പോയി വാർഡിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തില് മത്സരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സാറിന്റെ പേര്? എന്റെ പേര് അജു മാത്യു. എന്റെ വീട്ടുപേര് നല്ലൂപ്പറമ്പിൽ. എന്റെ പിതാവിന്റെ പേര് രാജൻ മാത്യു. വൈഫ് സൂസൻ മാത്യു. സൂസൻ്റെ മറ്റു പേര് ബിന്ദു എന്നാണ്. ഇവിടെ ഡോൺ ബോസ്കോ സ്കൂളിൽ KG ക്ലാസ്സിലെ ടീച്ചറാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് അവിടെ പഠിപ്പിക്കുന്നു. 2 മക്കള്. മൂത്തത് മോള്, അവള് സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് മീനടുത്ത ചന്തത്തിൽ കുടുംബത്തില്. മോൻ്റെ പേര് റിച്ചുമോനും സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അവർ രണ്ടും കൂടി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. കൂടാതെ സ്ട്രക്ചറൽ ഡിസൈനിങ് നടത്തുന്നു. അവർക്ക് കഞ്ഞിക്കുഴിയിൽ ഓഫീസ്. 2 മക്കളുണ്ട്. അവനും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് ബാംഗ്ലൂരിൽ ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. സാറിന്റെ ഇപ്പോഴത്തെ ഓഫീസ് എവിടെയാണ്? എൻ്റെ ഓഫീസ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു 50 അടി പോകുമ്പോൾ RMS ഓഫീസിന് എതിർവശത്തായിട്ട് ഫാൽക്കൺ എയർ ട്രാവൽസ് എന്നൊരു എയർ ടിക്കറ്റിംഗ്, എയർ ട്രാവൽ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസും ചെയ്തു കൊടുക്കുന്ന ട്രാവൽ ഏജൻസിയാണ്. ഞങ്ങൾ 1986 മുതൽ എൻ്റെ പിതാവ് തുടങ്ങിയ സ്ഥാപനമാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഞാനത് നടത്തുന്നു. ദൈവം സഹായിച്ച് നല്ല വിജയകരമായിട്ട് അത് ഓഫീസ് നടന്നു പോകുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിലേക്ക് വരാനുള്ള സാഹചര്യം എന്താ? ശരിക്കും പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു രംഗപ്രവേശമാണ് ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിലൂടെ വന്നത്. ഇവിടെയുള്ള നാട്ടുകാരായ പല ആൾക്കാരും പല വിധത്തിൽ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, നമുക്ക് ഈ നാടൊക്കെ നന്നാണം, വികസിക്കണം, ആൾക്കാർക്ക് സുഗമമായ യാത്ര, സുഗമമായ ജീവിതം, വെള്ളം, അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം വേണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആവശ്യങ്ങൾ വന്നു. അപ്പോഴാണ് ഞാൻ ഒന്ന് മത്സരിച്ചാലോ, എങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ആൾക്കാരുടെയൊക്കെ ആഗ്രഹവും പിന്നെ വേറെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള പലരും നമ്മുടെ വാർഡിൽ അല്ലാത്തവരും പറഞ്ഞു, എനിക്ക് നേരത്തെ ഉള്ള അനുഭവ സമ്പത്ത് വെച്ച് ഒന്ന് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ NDA വന്നു, അവർ എന്നെ സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മത്സരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലേ? NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം കാറാണ്. അപ്പൊ നമുക്ക് ലയൺസും ഒക്കെ ആയിട്ട് ഉള്ള ഒരുപാട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ 2 പ്രാവശ്യം സെക്രട്ടറി ആയിരുന്നല്ലേ? ഞാൻ പുതുപ്പള്ളി ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ട് 2 വർഷവും സെക്രട്ടറിയും ട്രഷററായിട്ട് പല തവണ അവിടെ ഭാരവാഹിത്വം വഹിച്ചു. കൂടാതെ ലയൺസിന് ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ സീനിയർ പോസ്റ്റൊക്കെ വഹിച്ചിട്ടുണ്ട്. ഇത് ലയൺസിന് മുമ്പ് കോട്ടയത്തെ റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റും സെക്രട്ടറി അങ്ങനെ പദവികളുണ്ടായിരുന്നു. കോട്ടയം JCസിന്റെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള സോഷ്യൽ ഓർഗനൈസേഷനിൽ പ്രവർത്തിച്ച് അനുഭവഫലമുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉറപ്പുണ്ട്. ഈ ഒരു അനുഭവ സമ്പത്തും അറിവും കൊണ്ടുമാണ് ഞാനിന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാമെന്നും
ഇവിടുന്ന് ജയിച്ചാൽ തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് എൻ്റെ ഈ ഇത്രയും വർഷത്തെ പല സാമൂഹിക പ്രവർത്തനങ്ങളുടെ റിസൾട്ടായിട്ട് എനിക്കിവിടെ നല്ലവണ്ണം പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമ വിശ്വാസവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം മത്സരിക്കുന്നത്. നമ്മുടെ ഈ വാർഡ് എല്ലാം ഒരു റൗണ്ടാണ് 2 റൗണ്ടാണ് എല്ലായിടവും ഒന്ന് കവർ ചെയ്ത്? ഞാനിപ്പം ഒരു റൗണ്ട് ഒരു 90% കവർ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് വീടുകളുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഓരോ വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ എനിക്ക് തരുന്ന ആ ഒരു സ്വീകാര്യത, ആ ഒരു സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചതിലോ വിചാരിച്ചതിലോ വളരെ അധികമാണ്. ഞാൻ ഓർക്കാത്ത വിചാരിക്കാത്ത സ്നേഹമുള്ള മനുഷ്യര്, ആൾക്കാര് എനിക്കൊപ്പം പ്രവർത്തിക്കാൻ വരും എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു വിജയപ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ ആൾക്കാർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ഈ സ്നേഹം തീർച്ചയായിട്ടും എന്നെ കൊണ്ടാകാവുന്ന വിധത്തിൽ ഞാൻ തിരിച്ച് എൻ്റെ പ്രവൃത്തിയിൽ കൂടെ തന്നെ അവർക്ക് ഓരോരുത്തർക്കും നൽകും. ജയത്തിന് ശേഷം ഞാൻ ഓരോരുത്തരെയും കാണും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു നല്ലൊരു ഹാർമണി സൃഷ്ടിക്കാനായിട്ട് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. നമ്മുടെ ഏകദേശം ഈ വാർഡിൽ എത്ര വോട്ടോളം ഉണ്ട്? ഏകദേശം 1350 വോട്ടോളം ഉണ്ട്. പക്ഷെ പല വീടുകളിലും പിള്ളേരില്ല, അല്ലെങ്കിൽ പ്രായം ചെന്നവർ ഒറ്റയ്ക്കാണ്. അങ്ങനെയുള്ള കുറവുകൾ നമ്മുടെ വാർഡുകളിലുണ്ട്. അത് എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. മക്കളൊന്നും കൂടെ ഇല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ വാർഡിലും ഉണ്ട് നല്ലപോലെ. ഇതിന്റെ ഏരിയ എവിടം വരെയാണ് അങ്ങനെ അറിയോ? അറിയാം. നമ്മുടെ ഈ വാർഡ് 19 ആരംഭിക്കുന്നത് 19 പറഞ്ഞാൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വാർഡാണ്. എനിക്ക് അത് വളരെ സന്തോഷം പറയാൻ വിട്ടുപോയി. പുതിയ വാർഡിലെ ആദ്യമായിട്ട് വാർഡിനെ റെപ്രസെന്റ് ചെയ്ത ഒരു പുതിയ കാൻഡിഡേറ്റ്. ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു ഇലക്ഷൻ ഇവിടെയെങ്കിലും ഫേസ് ചെയ്തിട്ടില്ല. ഒരു പുതിയ വാർഡില് പുതിയൊരു മെമ്പറായിട്ട് ഗ്രാമപഞ്ചായത്തിൽ ചെല്ലാമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് മന്ദിരം കലിങ്ക് മുതൽ ഇങ്ങോട്ട് വന്ന് അടുത്ത് പുമ്മറ്റംകാവില വഴി കാഞ്ഞിരത്തുമൂട് വരെ വലതുവശത്തുള്ള വീട്, കാഞ്ഞിരത്തുമൂട് അവിടെ നിന്നും വലത്തോട്ട് പുതുപ്പള്ളിക്കുള്ള വഴിയിൽ വലതുവശത്തെ കലിങ്ക് വരെ ഈ വാർഡാണ്. പിന്നെ കുന്നേപ്പറമ്പ് ചുറ്റി ഇവിടെ മന്ദിരം കലിങ്ക് വരെയാണ് ഈ വാർഡ്. അപ്പൊ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പുതിയ വാർഡിലെ പുതിയ മെമ്പറാകാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം നമ്മുടെ പൊതുജനത്തോട് സാറിന് എന്താ പറയാനുള്ളത്? നമുക്ക് വാർഡിലെ അംഗങ്ങളോട് പറയാനുള്ളത്? വാർഡിലെ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സഹായവും സഹകരണവും ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാനത് ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ഒരുപാട് പണം ഇതുപോലെ ഫ്ലെക്സുകളെ, ബാനറുകളെ, പോസ്റ്ററുകളൊക്കെ വെക്കാൻ വേണ്ടി ഒരുപാട് പണം നിങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. അതിലും കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ പരസ്യങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രചരണങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഒരുപാട് ഉപകാരപ്രദമാകും. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.